ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ദേ ഇവിടെ രാവിലെ എന്റെ ഒരു ആയ വന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന Airbnb-ല്. ഞാൻ കുറച്ച് പേയ്മെന്റ് രാത്രി വന്നു, കുറച്ച് പേയ്മെന്റ് എക്സ്ട്രാ കൊടുത്തപ്പോൾ ആള് രാത്രി തന്നെ വന്നു. അപ്പൊ ആയ വന്നിട്ട് എനിക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പഴം ബനാന ഫ്രൈ ഒക്കെ ആക്കി തരുവാണ്. അപ്പച്ചി ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേറെ ഒരു അപ്പച്ചനും വന്നിട്ടുണ്ട്. അപ്പച്ചൻ എവിടെ? അപ്പച്ചൻ അപ്പച്ചൻ ഇവിടെ ഉണ്ട്. അപ്പച്ചൻ ഇവിടെ ഇരുന്ന് അശ്വിന്റെ ആയായിട്ട് വന്ന ആളാണ്. കാരണം അശ്വിന് കോഫി എടുത്ത് കൊടുക്കുമായിരുന്നു ആള്. ഞാൻ വീഡിയോ കൊണ്ടുപോയപ്പോ അഗിന് അശ്വിന് കോഫി എടുത്തു. അപ്പൊ ഞാൻ ഇത് അശ്വിന്റെ ആയായിട്ട് വന്നതാണ്. അശ്വിന്റെ ആയ എനിക്ക് പെണ്ണും അശ്വിനാണ്. കാരണം നമ്മൾ അങ്ങനെ പറ്റും. മാഗി എക്സ്പേർട്ടാണ് നിൽക്കണേ. കേരളത്തിലുള്ള എത്ര പേര് എനിക്ക് മെസ്സേജ് ഉണ്ടറിയോ? അശ്വിൻ ഗണേശിന്റെ റെസിപ്പി ട്രൈ ചെയ്ത് അടിപൊളിയെന്ന്. ഇനി അതിനകത്ത് നമ്മള് കുറച്ച് പഞ്ചസാര ഇടും. ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റത്തില്ല. ഇവിടത്തെ ഓണർ ചേട്ടൻ വാങ്ങിച്ചു വെച്ചിരുന്ന പഞ്ചസാരയാണ് ഞാൻ ഈ എടുത്തിടുന്നത്. ഓക്കേ, ശരി. അപ്പൊ ഇനി ഞാനിത് കഴിക്കുമ്പോൾ കാണാം. പഴം ഫ്രൈ ആക്കി തന്നു, അത് കഴിക്കുക. എടാ നീ എടുത്ത് കഴിച്ചോ? അശ്വിനായിട്ട് മാഗി ഉണ്ടാക്കുക. അങ്ങനെ എൻ്റെ പഴം അടിപൊളിയായിട്ടുണ്ട്. ആയ നല്ലപോലെ ആക്കി തന്നു. അത് ആയക്ക് വേണ്ടിയിട്ട് അശ്വിൻ മാഗി ഉണ്ടാക്കുക. കാരണം ആയ പറഞ്ഞു ആയക്ക് സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആയ തിന്നുന്ന ഫുഡ് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ആയപ്പൻ എവിടെ? ആയപ്പൻ അടുക്കളയിലൊന്നും വന്ന് ജോലി ചെയ്യില്ല. ഓ ഹലോ, നമ്മൾ പൈസ കൊണ്ട് വന്ന് നിർത്തിയിരിക്കുന്നത് രാവിലെ പല്ല് വെച്ച് പണിയെടുക്കാനാണ്, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. പൈസ കുറെ വണ്ടി മേടിച്ചിട്ട് ഇയാളെന്താ ഇങ്ങനെ? അപ്പൊ അതൊന്നും പറ്റൂല. രാത്രി പബ്ബിലായിരുന്നു. അപ്പൊ ഭയങ്കര പബ്ബ്. ഇതായിരുന്നു എന്റെ പബ്ബ്, ഇത് നിങ്ങളുടെ പബ്ബ്. എന്തൊരു പറയാൻ. തായത്തപ്പഴം എടുക്കണില്ലേ? മാഗി എക്സ്പേർട്ട് മാഗി ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. മെറി ക്രിസ്മസ് സർ. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ആയ. നല്ല കിടില നെയ്യാണ് നമുക്ക് രാവിലെ കിട്ടിയത്. മാഗി ആവാറാകുമ്പോ പറയണേ. എങ്ങനെയുണ്ട് ഇവിടെ ഈ തണുപ്പത്ത് കഴിക്കാൻ? എങ്ങനെയുണ്ട്? ആയ പഴം ഉണ്ടാക്കുന്നു. ആയക്കും ആയയുടെ ഫിയാൻസയ്ക്കും. കറക്റ്റായിട്ട് ലണ്ടൻ വന്ന് നമ്മ എവിടെ സ്ഥലം കാണാൻ പോയില്ല. പക്ഷെ അതിന് പകരം നമ്മൾ ഇവിടെ കുക്ക് ചെയ്ത് മരിക്കുകയാണ്. ഹോളിഡേ ആണ്, അതുകൊണ്ട് എല്ലാ കടയും നമ്മൾ അടച്ചിരിക്കുന്നു. അപ്പം ഉച്ചയ്ക്ക് നമുക്ക് ആഹാരം വേണം. അതുകൊണ്ട് ഓസിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അത് എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അത് അഞ്ചര അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാണിച്ചിട്ട് വരാം. ചോറ് കാണിച്ചു കൊടുത്ത് ഏത്തപ്പഴം ഇട്ട മഞ്ഞക്കറി. ചോറ് റെഡിയായി. ഓക്കെ, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്. ശരി. പിന്നെ സാമ്പാർ അഞ്ചര അടിപൊളിയായിട്ട് വെക്കും. നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ സാമ്പാറും ഈ ഉരുളക്കിഴങ്ങ് കറി സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു കുക്കാണെന്ന് വിചാരിച്ചാണ് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പറഞ്ഞത്. അടിപൊളിയാണത്. പക്ഷെ അന്ന് ഇവരെ ഓൾറെഡി ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ ജസ്റ്റ് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി കോക്കനട്ട് ഓയിലും വെച്ച് വഴറ്റി. ഓക്കെ, അപ്പൊ ലഞ്ച് ഉണ്ടാക്കിയിട്ട് കാണാം. നല്ല സാമ്പാറും സാമ്പാറിന് വേണ്ടി വെട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, വെജിറ്റബിൾസ്. അപ്പൊ ലഞ്ചിന് കാണാം. ശരി, ലഞ്ചിന് കാണാം. ശരി, എന്താ ശിവത്തിന്. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പൊട്ടച്ചോ റെഡിയായി. അഞ്ചിരി വെച്ച ചോറ്, അഞ്ചിരി വെച്ച ഏത്തപ്പഴം പുളിശ്ശേരി കാണാൻ നല്ല രസമായിട്ടുണ്ട്. അപ്പൊ അടുത്തത് മെയിൻ ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ സാമ്പാറാണ്. ഇൻ മേക്കിംഗ് നല്ല തിളച്ച് കൂട്ട അടിപൊളി വരുന്നുണ്ട്. കഴിക്കാൻ നേരം നമുക്ക് എന്തായാലും കാണാം. അപ്പൊ നമ്മള് നമ്മുടെ ലണ്ടൻ ടൂർ ബസ്സിനായിട്ടുള്ള യാത്രയിലാണ്. നമ്മളിപ്പോ ഇവിടെ മറ്റേ ട്യൂബ് അല്ലേ, ഇതിനെന്താ പറയുക, ട്യൂബ് മെട്രോ പോലെ. അതിനകത്ത് കയറി നമ്മൾ പോവുകയാണ്. നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി കയറിയതാ. നമ്മൾ 4 പേരും ഉണ്ട്. നമ്മൾ 4 പേര് ഇതിന് മുന്നേ ഇതുപോലെ മെട്രോയിൽ ലാസ്റ്റായിട്ട് പോയത് വണ്ടർല കഴിഞ്ഞ് വന്നൊരു ദിവസമായിരുന്നു.
അടിപൊളിയായിരുന്നു. എനിവേസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെന്ന് പോകുന്നത് ഇവിടുത്തെ ഒരു ന്യൂയോർക്ക് പോലെ ഇരുന്നൊരു സ്ഥലമാണ്. എന്താ അതിൻ്റെ പേര്? ലെസ്റ്റർ സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വീണ്ടും ട്യൂബിൽ കയറിയിട്ട് നമ്മൾ കൗണ്ടി ഹാളിൻ്റെ അവിടുത്തെ മാരിയറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോകും. കാരണം അവിടെ നിന്നാണ് ലണ്ടൻ ടൂർ ബസ്സിനുള്ള പിക്കപ്പ് മീറ്റിംഗ് പോയിന്റ് ഉള്ളത്. അശ്വിനെല്ലാം പറഞ്ഞു കാണും. പക്ഷെ എന്നാലും ഞാനൊന്ന്, കാരണം ഞാൻ പറയുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയല്ലേ, ഇച്ചിരി കൂടെ രസമല്ലേ കാണാൻ, അതുകൊണ്ട് പറഞ്ഞു. എനിവേസ്, അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു സ്പോട്ട് എത്തിയിട്ട് കാണാം. അങ്ങനെ ബിഗ് ബെന്നും കഴിഞ്ഞ് നമ്മളിത് ലണ്ടനെയും കണ്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ്. മാരിയറ്റ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോകണം നമ്മുടെ ലണ്ടൻ ടൂർ ബസ്സിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ഇങ്ങനെ ചുറ്റും നോക്കി നോക്കി നടന്ന് നമ്മൾ മിക്കവാറും ലണ്ടൻ ബസ്സിനകത്ത് കയറാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ചുറ്റും നോക്കി അവിടെ പോയാലും ഇവിടെ പോയാലും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവരും 15 ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കും. അതായത് ആരാ വന്നിപ്പോൾ ഇടിച്ച് കൊല്ലുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്ന് എങ്ങനെയെങ്കിലും ചെന്നാൽ ബസ്സിൽ കയറട്ടെ. എല്ലാവരും എന്നെ പോലെ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുമോ. ഉണ്ടിയും തള്ളിയാണെങ്കിലും അവസാനം അഞ്ജലി, അജിനും ഞാനും അശ്വിനും കൂടെ ഇടിച്ച് കയറി സീറ്റ് കിട്ടി. ഭയങ്കര സമാധാനം. ഇത്രയും നേരം മുള്ളാൻ മുട്ടിയത് പോലും നമ്മളങ്ങ് മറന്നു. സീറ്റ് കിട്ടിയപ്പോ ലണ്ടനായി സൂപ്പർ ചെയ്യും. നമ്മള് കേറി ഇരുന്നപ്പോ ഒരു സമാധാനമല്ല. അശ്വിൻ എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? The angels of heaven. How lovely. See? Pare's Navidad. If you like Christmas movies like Love Actually and Notting Hill, then you'll recognise the Savoy Hotel from the films. It's on your left-hand side coming up. Hotel. സിനിമയിലൊക്കെ കാണിക്കുന്ന ഹോട്ടൽ ഇപ്പൊ കഴിഞ്ഞു പോയത്. ലവ് ആക്ച്വലി എന്നൊക്കെ പറയുന്ന പടത്തിലൊക്കെ ഉണ്ടെന്ന്. ഇന്ന് നല്ല സൂപ്പർ മഞ്ഞുണ്ട്. നമ്മളിപ്പോൾ ലണ്ടനായിലേക്ക് പോകാൻ പോവാ. ഇതുവരെ ടാക്സി ബുക്ക് ആയിട്ടില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ വഴിയാധാരായി നിൽക്കുകയാണ്. അശ്വിനാണെങ്കിൽ ഇന്ന് മാച്ചിങ് കവർ, മാച്ചിങ് ജാക്കറ്റ്. സന്തൂർ ഡാഡി, സന്തൂർ മമ്മി. അങ്ങനെ നമ്മൾ ലണ്ടനായി ക്യൂവിൽ നിൽക്കുകയാണ്. ലാസ്റ്റ് ടൈം ഞാൻ ഫാമിലിയുടെ കൂടെ വന്നപ്പോൾ ഉള്ള പോലെ നാട് മുഴുവൻ ഇവിടെ ഉണ്ട്. അശ്വിൻ എക്സൈറ്റഡ് ആണോ ലണ്ടനായി? ലണ്ടൻ ഈസ് സോ ക്ലാസ്, ഭയങ്കര ക്ലാസിക് ഫീലിംഗ്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ കത്തുമന വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ലണ്ടനായിലെ ഹാഫ് കാണാൻ വയ്യ. മഞ്ഞിൽ കംപ്ലീറ്റ്ലി കവേർഡ് ആയിപ്പോയി. അഞ്ജലി ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങൾ ലണ്ടനായില്? എക്സൈറ്റഡ് ആണ്? അഞ്ജലി എന്നോട് ചോദിക്കായിരുന്നു അകത്ത് കയറി ഇരിക്കാൻ സീറ്റ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിടേ അവിടെ സീറ്റിലാരും ഇരിക്കാറില്ല, എല്ലാവരും നിൽക്കാറേ ഉള്ളൂ. പോലെ നിൽക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തോറ്റു എന്ന് വിചാരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കുറെ ക്യൂട്ട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അകത്ത് തള്ളിക്കയറി കഴിഞ്ഞിട്ട് കാണാം. നമ്മള് ചാടി ദേ ഇവിടെ കയറി. ഇപ്പൊ താഴെ ഒന്നും കാണാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം ഫുള്ള് മഞ്ഞിന്റെ ഇടയിലായി പോയി നമ്മള്. ഞാനിവിടെ തറയിൽ ഇരിക്കുകയാണ്. അഞ്ജലി ദേ നിൽക്കുന്നു. അശ്വേൻ, അഗിൻ, എങ്ങനെയുണ്ട് മഞ്ഞ്? നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലാന്ന് തോന്നുന്നു അല്ലേ? ഞാനിവിടെ അശ്വിനെ കൊണ്ടൊരു കവറിനകത്ത് സ്ട്രോബെറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതും തിന്നായിരിക്കുന്നത്. എനിക്കിത് ഏറ്റവും മേലോട്ട് കയറിയപ്പോൾ പ്രഷർ ഡിഫറൻസ് ആണ്, ചെവി വേദന എടുക്കും. അപ്പോൾ ഞാനിവിടെ ഇരുന്നു മോഷൻ സിക്നസ് വന്നിട്ട് സ്ട്രോബെറീസ് തിന്നട്ടെ. ഞാൻ നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്, ടോപ്പിൽ. ഒന്നുമേ താഴോട്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല നമ്മുടെ കണ്ണുകൊണ്ട്. ഫുൾ മഞ്ഞ് കൊണ്ട് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. സോ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. അശ്വിനെ ട്രൈ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ മേടിച്ചത്. പിന്നെ അഞ്ജലിക്ക് തിന്നാരും. അഗിന് വേണമെന്ന് എനിക്ക് അറിയില്ല, കാരണം അഗിൻ ഒന്നും പറയാറില്ല പ്രത്യേകിച്ച്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇന്ന് അതാ കഴിച്ചു നോക്കിയോ, കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയാം. ആ ഞാൻ പിടിക്കാം. സന്തൂർ മമ്മിയാണ് ഇയാള്. ഓറഞ്ച് കളർ. ഇനി വേണ്ടല്ലോ, ഇനി വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഒരു ബൈറ്റ് എടുത്തിട്ട്. ഇതിനേക്കാൾ വെറും സ്ട്രോബെറി അല്ലേ നല്ലേ? ഇത്രയും മധുരം എനിക്ക് വേണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇത് ഞാനും അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ബൈറ്റിൽ ഞാൻ പറഞ്ഞു ഇനി വേണമെന്നില്ല. ആ കൊള്ളിലൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് വെള്ളം വേണം. സ്റ്റാർട്ട്.
നമ്മൾ ബിഗ് ബെൻ ടവറിന്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ സത്യം ഈ ആംഗിളിൽ നിന്ന് ബിഗ് ബെൻ കണ്ടിട്ടില്ല. ഫോട്ടോ എടുക്കാം. എടി ഇതൂടെ കിട്ടുന്ന ഒരു ഫോട്ടോ എടുത്തോ. ലണ്ടനെ, അതാ ഞാൻ ലണ്ടനെ കാണാൻ പറ്റുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. ഇല്ല, കണ്ണുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഗായ്സ്. സസ്സായിരിക്കുന്നു ദിയ കൃഷ്ണ. എന്ത് തോന്നുന്നു? ഇതാരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലടേ. പക്ഷെ എനിക്കറിയില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയാണ് സത്യം പറഞ്ഞ ഇരുന്നത് ഇവിടെ. വരയ്ക്കുമ്പോ ശരിയായിക്കോളും. എന്നെ ഇങ്ങനെ വരച്ച് ഇനി എന്നെ എത്ര ബോറായിട്ട് വരയ്ക്കുന്നത് അവന് ടെൻഷനായി. എവിടെയോ എന്തോ ഒരു സാമ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയാം. ഇനി അടുത്ത അശ്വിന്റെ അംഗമാണ് അടുത്തത്. ഇനി ഞാൻ എൻജോയ് ചെയ്യും അവിടെ നിന്ന്. ഇതിന്റെ ഇടയിൽ ഏതൊക്കെ കുറച്ച് മലയാളീസ് വന്നു പോയി, പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ശരി. ഓക്കെ, ഹായ്. നമ്മളിപ്പോ ലസ്റ്റർ സ്ക്വയറിലാണ് ഇരിക്കുന്നത്. ഒട്ടും തിരക്കില്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒന്ന് ചുറ്റും ഒന്ന് കാണിച്ചേക്ക്. നമ്മളിങ്ങനെ ചുമ്മാ വഴിയിൽ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ പോർട്രേറ്റ്സ് കണ്ടു. അപ്പോൾ അഞ്ജലി പറഞ്ഞു നമ്മൾ രണ്ടുപേരും നോട്ട് ചെയ്യാൻ നമുക്ക് നല്ല മെമ്മറി ആയിരിക്കും. സോ 15-20 മിനിറ്റ്സ് എടുക്കും. സോ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ഹായ്. എന്റെ മുടി കൊള്ളാലോ അല്ലേ? കൊള്ളാം. എന്നാലേ പടത്തി കൊള്ളാവൂ. നമ്മുടെ ആള്. ഇനി അശ്വരി ഇരിക്കുമ്പോ എന്റെ പടം വരച്ചു തുടങ്ങുമ്പോൾ ഒന്ന് കാണിച്ചാൽ മതി. ഇവിടെ എന്റെ ഫോട്ടോയ്ക്കകത്ത് ചെറിയൊരു നോസ് സ്റ്റോപ്പ് സർജറി ഒക്കെ ചെയ്ത പോലെ ഉണ്ട്. പക്ഷെ എവിടെയോ എന്റെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ പോലെ ഉണ്ട്. കോൺടൂർ ഒക്കെ ചെയ്ത ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ. ഇപ്പൊ അശ്വിൻ അവിടെ അടങ്ങി ഇരിപ്പുണ്ട്. ഞാൻ ഇത്ര നേരം അടങ്ങിയിരുന്ന ആ ഒരു സസ് ഫീലിംഗ് ഇപ്പൊ അവൻ മനസ്സിലാക്കും. അതെ, അവൻ അവിടെ ഇരിക്കും. അശ്വിൻ നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം, അശ്വിനാണോ അതോ അശ്വിനെ പോലെ ആക്കി വരുന്നുണ്ട്. പക്ഷെ അശ്വിന് മീശയും താടിയും മാത്രം ചെറിയൊരു മീശക്കാരൻ മാധവന് ദോഷത്തിന്റെ അനാശായി. പക്ഷെ തന്റെ മോൻ കാണുമ്പോ താൻ എന്നെ വെച്ച് നോക്കുമ്പോ താൻ വിചാരിക്കും എന്നെ നല്ലപോലെ വരച്ചല്ലോ. തന്റെ കണ്ണും ഐബ്രോ ഒക്കെ അടിപൊളി. ഇനി വന്ന് കണ്ടോ? താൻ നല്ലല്ലേ? എനിക്ക് പോലും മനസ്സിലായി. ഇവനെ പോലെ ഉണ്ട്. എനിക്ക് എന്റെ മനസ്സിലായില്ല ആരാണ്. അശ്വിൻ എന്ത് തോന്നുന്നു? അല്ലേ? കൊള്ളാം. ഏതോ ഒരു ഡിസ്നി ക്യാരക്ടറിനെ പോലെ ഇരിക്കുന്നു. ഞാൻ വീട്ടിൽ പോയി റബ്ബർ എടുത്ത് വെച്ചിട്ട് എന്റെ ഞാൻ കുറച്ച് ഡ്രസ്ഡ് ആണെന്ന് മേക്കപ്പ് ഇട്ടേ ഉള്ളൂ. ടക്കെന്ന് ഡ്രസ്സിൽ കഴിച്ച് വീഡിയോ എടുക്കാം. ലൈറ്റ് ഇല്ലേ? ലൈറ്റ് ശരി, എന്ത് വീഡിയോ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് വരുമ്പോ നിങ്ങൾ അത് നാളെ വല്ലോ നാളെയല്ല, സോറി, ഇത് ജാനുവരിയിലേ വരത്തുള്ളൂ. സോറി, ടാറ്റാ. ആൽഗേറ്റ് സ്റ്റേഷൻ തന്നെ അടിക്കണം. ഡയറക്ഷൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കാണിക്കൂ. നമ്മള് അപ് ടൗൺ പാർക്കിലാണ് ഉള്ളത്. ഓക്കെ, ലൈവ് വ്യൂ സ്റ്റാർട്ട്. ഹലോ, സ്കാനിങ്. ശരി,
ஸ்ட்ரைட். ஓகே, இங்கே இருந்துதா டர்ன் ரைட். അപ്പം ടേൺ റൈറ്റ് நம்ம பார்த்தாச்சு அண்டர்கிரவுண்ட். நீங்க அப்போ பி சேஃப், பே அட்டென்ஷன் டு யுவர் ஓகே. அப்போ இங்கே இருந்து நம்ம எனக்கும் அதே டவுட் தான். കറക്റ്റാ ഫൈൻ പിടിച്ചാ. നമ്മളെ ഡെലിവറി ചാർജ് നമ്മൾ മാത്രം, നമ്മളൊരു ഊബറായിട്ട് നമ്മളിന്ന് ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ഫുഡ് നമ്മൾ തന്നെ പിക്കപ്പ് ചെയ്ത് നമ്മൾ തന്നെ അവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. நல்லா இருக்கடா அங்கே சர்வீஸு, இதுக்கு அண்டர் கிரவுண்டு வேறு, டியூபு, விதவிதமாக சொல்கிறீங்கப்பா. கம்பி கட்டுற கதையெல்லாம் சொல்கிறான். ഓക്കെ, ഇത് ഇവിടെ മൊത്തം നമ്മുടെ ജോയ് ആലുക്കാസ്, മലബാർ ഗോൾഡ് ഫുള്ള് തന്നെ കേട്ടാ. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇച്ചിരി ഭയങ്കര ലൈവ് മാർക്കറ്റ് പോലെ. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ? ഇതാണ് എക്സ്പീരിയൻസ്. வெறும் மாவுல கொஞ்சம் சீஸை தடவி பீஸாங்கண்ணா, அதே மாவை தோசை ஊற்றி சாப்பிட்டான், அதே மாவை இட்லியும் ஊற்றி இட்லியும் கண்டுபிடிச்சான். இப்போ அதை வச்சு நீங்கள் ஃபுட் ஃபெஸ்டிவல்லாம் கொண்டாடுறீங்க. ஆனால் இதெல்லாம் கிடைச்சாதான் ஃபெஸ்டிவல்னு சொல்லி, ஃபுட்டே கிடைச்சாதான் ஃபெஸ்டிவல்னு சொல்லி தமிழ் அங்கே உட்காந்துருக்காண்டா. ഇത് വേറെ ലോകമാണ്. ഭയങ്കര ക്രൗഡല്ലേ ഇവിടെ. ഇത് തോന്നുന്നു ഏഷ്യൻസിന്റെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? വാ, നമ്മൾ എവിടെയാണ് നമുക്ക് സാധനം മേടിക്കാൻ പോവാം. നമ്മൾ 600 രൂപ കൊടുത്ത് ഊബറിന് ഫുഡ് മേടിക്കാൻ പോവാണ്. ഡെലിവറി ചാർജ് മാത്രം. വാ, നമ്മളൊരു 10 മിനിറ്റ് പോലെ എടുത്ത് കാണുക. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം വരാറായി. ഒരു സ്റ്റോപ്പ് ഉള്ളൂ. ഓ, എല്ലാ സ്ഥലവും സൂപ്പറായിട്ടാ. നല്ല രസം. എന്താണ് ഇതെന്തോ, എനിക്ക് ലൈറ്റിൻ്റെ ഭംഗിയാണോ എന്തോ എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു അല്ലേ? അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ലൈറ്റിൻ്റെ ക്ലൈമറ്റിൻ്റെ കാരണമാണോ ഒരു പിടിയില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നമ്മളെവിടെ എത്തിയ? നമ്മളിപ്പോൾ വെസ്റ്റാണ്. എവിടെ കാണിച്ചിരിക്കണോ? പിന്നെ നമ്മൾ പോകേണ്ടത് അല്ല, നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ഓക്കെ. അല്ലേ? நைஸ்ல நல்லா இருக்குண்ணா. இங்கே காய்கறி இருக்கிறவங்க கூட இங்கிலீஷ் தான் பேசுவான் இல்லை? ரொம்ப டெவலப்பாக இருக்கீங்க அறிவு. ஓகே, ஸ்ட்ரெஸ் ஆகிங்க எல்லாரும். ട്രെയിൻ എത്തി. യാത്ര ഇവിടെ എത്ര നേരം എടുക്കുമായിരിക്കും അവിടെ പോകാൻ? ഒരു അരമണിക്കൂർ. അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ. ഓ, അത്ര ദൂരമാണോ ഇത്? ശരി, അണ്ടർഗ്രൗണ്ട്. അയ്യോ, സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ സീരിയസ് ആയി കാണാൻ നേരത്തെ ഇമാരൊക്കെ വന്നെടുക്കത്തില്ല. അയ്യോ, ഒരു വൈബ് തന്നെ ഉള്ളത് പറയണമല്ലോ. ഇനിയിപ്പം അണ്ടർഗ്രൗണ്ട് മെട്രോ പിന്നെ അല്ലാതെ സാധാ മെട്രോ ഉണ്ടോ ഇവിടെ? ഇല്ല, ഇതാണ് ഫുൾ അണ്ടർഗ്രൗണ്ട് മാത്രമാണ്. ഓക്കെ, അതെന്താണ് കൊള്ളാം. ഇത് പണ്ടേ കെട്ടിയിട്ടുള്ളതാണ് അല്ലേ എല്ലാം. അപ്പോൾ അത് ഇവരുടെ മറ്റേ സമ്മതിക്കണം, പണ്ട് കെട്ടിക്കുന്ന ബിൽഡിങ്സ് ഭയങ്കര വിൻറ്റേജ് ആണ്. ഇവരുടെ ലണ്ടൻ എന്ന് ഫുൾ നിറഞ്ഞ് എല്ലാം ഇപ്പം കെട്ടിക്കുന്ന ബിൽഡിങ്സ് അല്ല, പണ്ടേ കെട്ടിയ ബിൽഡിങ്സ്. അതിൻ്റെ ഒരു വിൻറ്റേജ് ലുക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സ്ട്രോങ്. കൊള്ളാം. റെയിൽവേസ് ഇവരുടെ ആണ് ആക്ച്വലി ഏറ്റവും കിടലല്ലേ. ഭയങ്കര ഓൾഡസ്റ്റ് സാധനമാണത്. ഷോ അതാണ്. നമുക്ക് നോക്കാം. ഒരു സാമ്പാറും സാമ്പാർ, ഒരു ചോറ് മേടിക്കാം. നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മളിവിടെ വന്നു. അതിന് നമ്മളൊരു സായിപ്പ് നമുക്ക് നമ്മളെ ഹെൽപ്പും ചെയ്തു. ഇനി ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ഓക്കെ, പറഞ്ഞു. സോ ഇതാ നമുക്കിതാ ഇപ്പം നമ്മൾ ആൽഗേറ്റ് ഈസ്റ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വൈറ്റ് അപ്ടൗൺ പാർക്ക് ഇവിടെയാണ് നമ്മൾ ആക്ച്വലി പോവേണ്ടത്. സോ ഒരു സ്ട്രൈറ്റ് തന്നെ നമുക്ക്. അപ്പോൾ നമുക്കൊരു വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത് ഈസ്റ്റ് ബൗണ്ട് ഡിസ്ട്രിക്ട്, വെസ്റ്റ് ബൗണ്ട് ഡിസ്ട്രിക്ട്. നമുക്ക് ആക്ച്വലി ഈസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, പ്ലാറ്റ്ഫോം നമ്പർ 2. ഓക്കെ,
നമുക്ക് പോകേണ്ടത് അപ് ടൗൺ പാർക്ക്. സോ അത് ഗ്രീൻ ലൈനിലാണ്. അതെങ്ങനെ അറിയാം ഗ്രീൻ ലൈനിലാണെന്ന്? ഇവിടെ കാണിച്ചാൽ. സോ നമുക്ക് മോളില് എല്ലാം ഇട്ടിട്ടുണ്ട്, നമുക്ക് എവിടെ പോകണം എന്നുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതില് ഡിസ്ട്രിക്ട് ലൈനിന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നോക്കിയിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പൊ നമുക്ക് പോകേണ്ടത് ആ ഭാഗത്ത്. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യും അശ്വിൻ? അറിഞ്ഞൂടാ. ഇവിടെ അശ്വിന്റെ കാർഡ് എടുക്കണം. ഓക്കെ. ഗൂഗിൾ പേ അവൈലബിൾ അല്ലേ? യെസ്. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. എവിടെയാ? ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യും. യെസ്. കുറെ നേരം തിരഞ്ഞെടുത്തിട്ട് ഇവിടുത്തെ ഒരു സിറ്റിസൺ തന്നെ നമുക്ക് പറഞ്ഞു വെരി ആർ ട്രൈങ് ടു ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് വാസ് എ ഗുഡ് ജസ്റ്റർ. കൊള്ളാം. മനുഷ്യരെല്ലാം ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോടെ இருப்பாங்கப்பா. நல்லது. உங்களை மாதிரி சில மனுஷங்க இருக்கிறாங்கன்னா நாட்டில் மழை பெய்யுது. പറഞ്ഞോ, കുഴപ്പമില്ല. ഇത് നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല, ഇവിടെ ഇത്രയും മാപ്സ് ഉണ്ട്. സോ എല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ നോക്കിയിട്ട് വേണം കയറണമെങ്കിൽ. അശ്വിൻ എന്ത് തോന്നുന്നത് മാപ്പ് കണ്ടിട്ട്? എനിക്കൊന്നും മനസ്സിലായില്ല. മറ്റേ കത്തിയുടെ മറ്റേ ബ്ലൂ പ്രിന്റ് പോലെ ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? നമ്മളിപ്പോ നിക്കണത് ആൽഗേറ്റ് ഈസ്റ്റ്. അല്ല, അത് ഇതിനെവിടെയാ? ഇവിടെ യു ആർ ഹിയർ അങ്ങനെ ഗ്രീൻ ലൈനിലാണ്. ഗ്രീൻ ലൈനിലാണ് നമ്മളോ? അതെങ്ങനെ മനസ്സിലായി? നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയും. ഇത് ഒരുപാട് മാപ്പ് ഉള്ള കാരണം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ നമ്മളിവിടെ ഗ്രീൻ ലൈനിലാണ് നിൽക്കുന്നത്. എങ്ങനെ മനസ്സിലായിരുന്നു? ഉഗ്രം വ്യൂ തന്നെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. എവിടെ എടുത്താലും നൈസ് ആയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് അണ്ടർഗ്രൗണ്ട് കാഴ്ച ഇത് ഇവിടെയല്ലേ? അതന്നെ. അവിടെ എത്തി. നമ്മൾ ആ ട്യൂബ് എത്തി. ഇവിടെ കാണിച്ച് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ. ഈ ഇതുപോലത്തെ ഒക്കെ ഒരു സംവിധാനം ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ തന്നെ അടിച്ചാൽ മതി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ബൈ ബസ് മോഡ് ട്രാൻസ്പോർട്ടാണോ ബൈ ട്രെയിൻ മോഡ് ട്രാൻസ്പോർട്ടാണോ എന്ന് അടിച്ചാൽ, ഇപ്പോൾ ബസ് മോഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏത് ബസ്സാണ് എടുക്കണം, ഇപ്പോൾ ട്രെയിൻ ആണെങ്കിൽ ഏത് അണ്ടർഗ്രൗണ്ടിൽ പോകണം, എല്ലാം ഭയങ്കരമായിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി. നമുക്ക് ആർക്ക് വേണോ നമുക്ക് ചെയ്യാം. പക്ഷേ ഫോൺ മരിച്ചാൽ തീർന്നു. ഹലോ. അപ്പോൾ ഓസി ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു മണ്ടത്തരം പറ്റിപ്പോയെന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചോറും സാമ്പാറും കഴിക്കാൻ കൊതിയായി. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഊബർ ഈറ്റ്സിൽ ഓർഡർ ചെയ്തിട്ട് അവിടെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് പിക്കപ്പും ഒന്ന് ഡെലിവറിയും. എന്തോ മണ്ടത്തരം കാരണം ഞാൻ പിക്കപ്പ് ഒന്ന് കൊടുത്തുപോയി. അപ്പോൾ ഫുഡ് റെഡിയാണ്, പക്ഷെ നമ്മൾ അവിടെ ചെന്ന് എടുക്കണം എന്ന്. അപ്പോൾ അവിടെ ചെന്ന് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശരി ഒരു വണ്ടി എടുത്തുകൊണ്ട് പോവാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു അരമണിക്കൂർ ഒരു യാത്രയുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളൊരു അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ട്യൂബ് എന്ന് പറയും ഇവർ. അണ്ടർഗ്രൗണ്ട് വഴിയാണ് ട്രെയിൻ പോണത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ട്യൂബിൽ പോകണമെന്ന്. അപ്പോൾ അത് ഇങ്ങനെ കാരണം ഒന്ന് സാധിച്ചു എന്ന് വിചാരിക്കുക, ഒരു മണ്ടത്തരം. അപ്പോൾ നമ്മൾ ട്യൂബിൽ കയറിയിട്ട് കാണാം. ഇവിടെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 0.2 മൈലാക്കി നമ്മൾ നടക്കണം. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് പോകണം. അവിടെ ദൂരെ കണ്ടൊരു അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ് സാധനമുണ്ട്. നമ്മൾ അവിടെ ചെന്ന് കയറിയിട്ട് നമുക്ക് ആ ഫസ്റ്റ് എൻ്റെ ട്യൂബ് എന്താ പറയുക എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓസി വരാൻ പറ്റിയില്ല. ലണ്ടനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ചെട്ടിനാട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ്. അഞ്ചിരി കപ്പ മീൻകറി, ഞാനിവിടെ ചോറും മീൻ ഫ്രൈ ഒക്കെയാണ്. അശ്വിൻ ചെട്ടിനാട് താലി അല്ലേ? ഇയാൾ ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അശ്വിന് ഞാനും കൂടി ഇന്ന് ഇവിടുത്തെ ഒരു വെസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നൊരു കിടില മോളിലേക്ക് വന്നു. അവിടെ വെളിയിലുണ്ട് വെസ്റ്റ് ഫീൽഡ്. അശ്വിൻ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ അമ്മ ഒക്കെ വെസ്റ്റ് ഫീൽഡ് പോയിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ഇവിടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലുള്ള കുറേ സാധനങ്ങളുണ്ട്, കടകൾ. അപ്പോൾ വെറുതെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ തള്ളിൻ്റെ ഉന്തിൻ്റെ അവിടെ ഫുൾ പിക്ക് പോക്കറ്റും കാര്യങ്ങളോ, ഒട്ടും സേഫും അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകുന്നേക്കാൾ അത്രയും ഷോപ്സ് ഇവിടെയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലണ്ടൻ ടൂർ ബസ്സിൽ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് കാണുകയും ചെയ്തു. എന്നാൽ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ഈ മോൾ ഷോപ്പിംഗ് ഒന്നും കാണൂല, കാരണം എൻ്റെ പെട്ടിക്കകത്ത് ഓൾറെഡി ഒന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ മോള് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാനും. ഇവിടുത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ലണ്ടനിൽ ലാസ്റ്റ് ടൈം ഞാൻ ഈ മോളിൽ പോയതുമില്ല. അപ്പോൾ ഞാൻ ലണ്ടനിൽ ഒരു മോളിലും പോയിട്ടില്ല. അപ്പോൾ എനിക്കൊരു മോൾ ഇവിടുത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസും കൂടെ ചെയ്യാനും കൂടെ വേണ്ട നമ്മൾ ഇന്നിപ്പോൾ ഈ പ്ലാൻ ഇട്ടേ. കാരണം തിരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ പിന്നെ ഞാൻ അവിടെ കാര്യം കിടന്നുറങ്ങും, പിന്നെ ഞാൻ ഇവനെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട്
ഈ ഒരു നിന്ന ഫ്ലോയിൽ അങ്ങനെ നമ്മൾ ലഞ്ചും കഴിച്ചു. ചെട്ടിനാട് റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ചും കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഇതേ വെസ്റ്റ് ഫീൽഡിൽ പോകുന്നു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് നേരെ Airbnb പോകുന്നുണ്ട്. പിന്നെ ഫുള്ള് ടിവിയും കണ്ട് റെസ്റ്റ് തന്നെ. അപ്പോൾ ഇനി നമുക്ക് വെസ്റ്റ് ഫീൽഡിനകത്തോട്ട് കയറിയതിന് ശേഷം കാണാം. നമുക്ക് അവിടെ പോകാം. എസ്കലേറ്റർ ഉണ്ട്. ഇതാണ് ആ ഒരു മോള്. ഇവിടെ ഭയങ്കര മഞ്ഞ്. നമ്മുടെ ആ മെയിൻ നമ്മൾ നിൽക്കുന്ന ഏരിയക്കാൾ മഞ്ഞുണ്ട് ഇവിടെ. വെരി വെരി കോൾഡ്. നമുക്കിപ്പോൾ ടാക്സിക്കകത്ത് ജനൽ തുറന്നിരുന്നാൽ പോലും എക്സ്ട്രീംലി കോൾഡ്. നമുക്കിനി മോളുടെ അകം കയറിയിട്ട് കാണാം. ഓക്കെ, സോ ഇതാണ് മോളിനകം. ഞാൻ ഇതുവരെ എനിക്ക് പരിചയമുള്ളൊരു ബ്രാൻഡ് കണ്ടില്ല. WHS കണ്ടു, ഓക്കെ. പക്ഷെ അതല്ലാതെ നമ്മുടെ നാട്ടിലെ H&M, സാറ അതൊന്നും കണ്ടില്ല. മേളിലായിരിക്കും എല്ലാം. അതെ, അത്യാവശ്യം നല്ല വലിയ മോളാണ്. ഇങ്ങനെ നടന്നാലും തീരാത്ത പോലെ. ക്യാൻഡി, സോർ ക്യാൻഡി. എന്റെ മീൻകറിയൊക്കെ കൊണ്ട് നടക്കുകയാണ്. അതെ അതെ, ഇന്ന് ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ തന്നെ പാർസൽ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. എന്റർടൈനർ. അങ്ങനെ നമ്മള് കുറച്ച് ക്ലോത്ത്സ് മേടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മേടിച്ചു. നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ഓക്കെ, എന്നെ അറിയാമെന്നുള്ളൊരു കുട്ടി എന്നോട് സംസാരിക്കാൻ വന്നത്. അതാണ് ഞാൻ കട്ട് ചെയ്തത്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കീ ശബ്ദമൊക്കെ അടിച്ചു. നമുക്കത് നമ്മുടെ കവറാണോ വേറെ ആരുടെങ്കിലും ആണോ എന്ന് പോലും അറിയില്ല. അതിപ്പോൾ H&Mനകത്തോട്ട് കയറുമ്പോൾ വീണ്ടും കീ അടിക്കും. അപ്പം നമുക്ക് നോക്കാം. കാരണം അടിച്ചാൽ നമുക്ക് തിരിച്ച് കൊണ്ടുപോയി കാണിച്ച് അവരുടെ ടാഗ് റിമൂവ് ചെയ്ത് തരാൻ പറയണം. കാരണം ഇല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പണ്ട് ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അല്ലേ, ഞാൻ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി കുറേ വാരി വെതിറി എടുത്തൊരു 10,000 രൂപയ്ക്ക് സാധനമൊക്കെ എടുത്ത് എത്തിയപ്പോഴാണ് 2-3 ജീൻസിനകത്ത് ആ ഒരു സാധനം ടാഗ് പോലും മാറ്റാത്ത സാധനം മാഗ്നറ്റ് വെച്ചേ മാറ്റാൻ പറ്റും. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെ വെബ്സൈറ്റിലൊക്കെ പോയി കൈയും കാലും പിടിച്ചു നോക്കി, അവർക്ക് പോലും മാറ്റാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിത് H&Mലും കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്നും ഇനി ബില്ലിംഗ് സെക്ഷനിലോട്ട് പോകണം.